ഈ അടുത്ത സമയത്ത് ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, ആർട്ടിക്കിൾസും വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഗ്ലോബൽ ഫണ്ട്സ് ശരിയായ ഒരു ഓപ്ഷൻ ആണോ? ഈ കമ്പാരിസൺ നമ്മൾ എടുത്തേക്കുന്നത് ഇന്ത്യയിലുള്ള എല്ലാ പോപ്പുലർ ഡൈവേഴ്സിഫൈഡ് കാറ്റഗറീസും, അതായത് ലാർജ് ക്യാപ്, ഫ്ലെക്സി ക്യാപ്, മിഡ് ക്യാപ്, സ്മാൾ ക്യാപ്, ഇതിനകത്തുള്ള എല്ലാ ഫണ്ട്സും അതിൻ്റെ കൂടെ ഇന്ത്യയിലുള്ള എല്ലാ ഗ്ലോബൽ ഫണ്ട്സ് ഇതും എടുത്താണ് മൊത്തം നമ്മൾ കമ്പയർ ചെയ്തേക്കുന്നത്. ഈ കമ്പാരിസണിൽ കഴിഞ്ഞ 3 മാസത്തെ റിട്ടേൺ നോക്കുവാണെങ്കിൽ ടോപ്പ് 10 ഫണ്ട്സിൽ ഒറ്റ ഫണ്ട് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ഫണ്ട്. ബാക്കിയുള്ള 9 ഫണ്ട്സും ഗ്ലോബൽ ഫണ്ട്സ് ആയിരുന്നു. പിന്നെ നമ്മൾ 6 മന്ത്സിൻ്റെ റിട്ടേൺ എങ്ങനെയാണെന്ന് നോക്കാം. 6 മന്ത്സിൻ്റെ റിട്ടേൺസിൽ പിന്നെയും ടോപ്പ് ഫണ്ട് നിപ്പാൻ ഇന്ത്യ ടൈവൻ ഇക്വിറ്റി ഫണ്ട് തന്നെയാണ്. 6 മാസം കൊണ്ട് മാത്രം ഏതാണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിൾ ആയിട്ടുണ്ടായിരുന്നു. അതായത് 95% ആണ് കഴിഞ്ഞ 6 മാസത്തെ റിട്ടേൺ. അത് കഴിഞ്ഞിട്ടുള്ള ഫണ്ട്സും, അതായത് ടോപ്പ് 10 ഫണ്ട്സ് എല്ലാം ഗ്ലോബൽ ഫണ്ട്സ് ആയിരുന്നു. ഈ ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനത്തെ ഗ്ലോബൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗ്ലോബൽ ഫണ്ടിൽ പകുതി ഒരു US ഫോക്കസ്ഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റ്സ് മോശമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഈ ഫണ്ട്സ് ചിലപ്പം കത്തി നിൽക്കാം. Mutual fund investments are subject to market risks. Read all scheme-related documents carefully. ഈ അടുത്ത സമയത്ത് ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, ആർട്ടിക്കിൾസും വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഗ്ലോബൽ ഫണ്ട്സ് ശരിയായ ഒരു ഓപ്ഷൻ ആണോ? അഥവാ ആണെങ്കിൽ പോലും എത്രമാത്രം ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം? എല്ലാ ഗ്ലോബൽ ഫണ്ട്സും എല്ലാവർക്കും പറ്റുന്നതാണോ? അതാണ് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ഈ ഗ്ലോബൽ ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം പർട്ടിക്കുലർലി കഴിഞ്ഞ മാസങ്ങളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കാരണം സെപ്റ്റംബർ 2024 ശേഷം ഇന്ത്യൻ മാർക്കറ്റ്സ് ഒന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 3-6 മാസമോ കഴിഞ്ഞ 1 വർഷമോ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ഫണ്ട്സിൻ്റെ കവിഞ്ഞിട്ടുള്ള റിട്ടേൺസ് ഗ്ലോബൽ ഫണ്ട്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതുകൊണ്ടും കൂടിയാണ് ഗ്ലോബൽ ഫണ്ട്സിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ ഗ്ലോബൽ ഫണ്ട്സ് നന്നായിട്ട് പെർഫോം ചെയ്തെങ്കിൽ പോലും US ഫണ്ട്സ് ഒഴിച്ച് ബാക്കിയുള്ള മാർക്കറ്റ്സിനെ കുറിച്ച് വേണ്ട വിധമുള്ള അറിവ് നമുക്ക് ഇല്ലായിരുന്നു. അഡ്വൈസേഴ്സിന് പോലും, അതായത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പോലും ഈ ഫണ്ട്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആവശ്യത്തിനില്ലായിരുന്നു. ഇതുകൊണ്ടും കൂടിയൊക്കെയാണ് ഗ്ലോബൽ ഫണ്ട്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എപ്പോഴും കുറവായിരുന്നു. അഥവാ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ US മാർക്കറ്റ്സിൽ മാത്രമായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം US സംബന്ധിച്ചിടത്തോളം അവരുടെ ടോപ്പ് സ്റ്റോക്സ് ഒക്കെ നമുക്ക് അറിയാമായിരുന്നു. അമേസൺ ആയാലും, ആപ്പിൾ ആയാലും, മൈക്രോസോഫ്റ്റ് ആയാലും, ടെസ്ല ആയാലും, ആൻഡ് ഈവൻ മെറ്റ ആയാലും, ഈവൻ എൻവിഡിയ ഫോർ ദാറ്റ് മാറ്റർ. എൻവിഡിയ ആണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി. ഇതിനൊക്കെ കുറിച്ച് നമുക്ക് അത്യാവശ്യം അറിവ് മാത്രമല്ല, ഇതിൽ ഒരുപാട് കമ്പനീസിൻ്റെ പ്രോഡക്ട്സും സർവീസും നമ്മളും യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് US ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷനും ഒരു ആക്സസും എളുപ്പമായിരുന്നത് കൊണ്ടും US ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഗ്ലോബൽ ഫണ്ട് എന്ന് പറയുമ്പോൾ US മാത്രമല്ലല്ലോ, അതല്ലാതെ ഒരുപാട് മാർക്കറ്റ്സ് ഉണ്ട്. സോ ഇതിൽ പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റ്സ് വീണതുകൊണ്ടും അതേക്കാളും ഗ്ലോബൽ ഫണ്ട്സ് നന്നായിട്ട് പെർഫോം ചെയ്തത് കൊണ്ടും മാത്രം ഈ പീരിയഡുകളിൽ മാത്രം ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയോ? അല്ലെങ്കിൽ ഈ ഗ്ലോബൽ ഫണ്ട്സ് എല്ലാവർക്കും പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറ്റുന്നതല്ല. ഈ പർട്ടിക്കുലർ മാർക്കറ്റിൽ മാത്രമാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതുമല്ല. ശരിക്കും ഈ ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റിസ്ക് പ്രൊഫൈൽ ഉള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ എല്ലാ മാർക്കറ്റ്സിലും ഗ്ലോബൽ ഫണ്ട് എക്സ്പോഷർ വെച്ചിരിക്കണം. അതായത് ഗ്ലോബൽ ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇന്ത്യൻ ഫണ്ട്സിനേക്കാളും ബെറ്ററായിട്ട് പെർഫോം ചെയ്യണം ഉള്ള പ്രതീക്ഷയും വെക്കരുത്. അത് സാധ്യമല്ല. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ്സ് വീഴ്ചയിലോട്ട് പോകുമ്പം ഗ്ലോബൽ ഫണ്ട്സ് ഒന്ന് കയറി നിൽക്കുന്ന പോലെ പല മാർക്കറ്റ് സിറ്റുവേഷൻസിലും ഇന്ത്യൻ മാർക്കറ്റ്സിനേക്കാളും ഗ്ലോബൽ ഫണ്ട്സ് താഴോട്ട് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ഇതിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓൺ എ ലോങ് ടേം ബേസിസ് ഈ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ, ഇന്ത്യയും ഗ്ലോബൽ ഫണ്ട്സും ചേർത്തുള്ള ഒരു മിക്സ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് റിട്ടേൺസിൻ്റെ കാര്യത്തിലായാലും ശരി, റിസ്കിൻ്റെ കാര്യത്തിലുമായാലും ശരി ഗുണം ചെയ്യും. അതുകൊണ്ടാണ് ഗ്ലോബൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഗ്ലോബൽ ഫണ്ട്സിനെ കുറിച്ച് പറയുമ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് ചില ഫണ്ട്സിൻ്റെ പേര് നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചില നമ്പേഴ്സൊക്കെ നമുക്ക് നാവിൽ വെള്ളം വരുന്ന രീതിക്കുള്ള നമ്പേഴ്സൊക്കെ ആയിരിക്കും. പക്ഷേ അത് കേട്ടിട്ട് എടുത്ത് ചാടി ചെന്ന് ഇൻവെസ്റ്റ് ചെയ്തേക്കരുത്. ചിലപ്പോൾ ഈ ഫണ്ട്സൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കില്ല. നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്നുള്ളതും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പറയുന്നതാണ്. ഈ കമ്പാരിസൺ നമ്മൾ എടുത്തേക്കുന്നത് ഇന്ത്യയിലുള്ള എല്ലാ പോപ്പുലർ ഡൈവേഴ്സിഫൈഡ് കാറ്റഗറീസും, അതായത് ലാർജ് ക്യാപ്, ഫ്ലെക്സി ക്യാപ്, മിഡ് ക്യാപ്, സ്മാൾ ക്യാപ്, ഇതിനകത്തുള്ള എല്ലാ ഫണ്ട്സും അതിൻ്റെ കൂടെ ഇന്ത്യയിലുള്ള എല്ലാ ഗ്ലോബൽ ഫണ്ട്സ് ഇതും എടുത്താണ് മൊത്തം നമ്മൾ കമ്പയർ ചെയ്തേക്കുന്നത്. ഈ കമ്പാരിസണിൽ കഴിഞ്ഞ 3 മാസത്തെ റിട്ടേൺ നോക്കുവാണെങ്കിൽ ടോപ്പ് 10 ഫണ്ട്സിൽ ഒറ്റ ഫണ്ട് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ഫണ്ട്. ബാക്കിയുള്ള 9 ഫണ്ട്സും ഗ്ലോബൽ ഫണ്ട്സ് ആയിരുന്നു. ഈ ഗ്ലോബൽ ഫണ്ട്സിൽ
ഏറ്റവും കൂടുതൽ, അതായത് ഈ മൊത്തം കമ്പാരിസൺ ഓഫ് കാറ്റഗറീസ് വെച്ച് നോക്കിയപ്പോഴും ദി ടോപ്പ് ഫണ്ട് നിപ്പാൻ ഇന്ത്യ തൈവാൻ ഇക്വിറ്റി ഫണ്ടായിരുന്നു. ഈ ഫണ്ട് കഴിഞ്ഞ 3 മാസത്തിൽ കൊടുത്തേക്കുന്ന റിട്ടേൺ 65% ആണ്. അതിൻ്റെ അടുത്ത് വന്നേക്കുന്നത് മോത്തിലാലിൻ്റെ നാസ്ഡാക്ക് 100 ഫണ്ടാണ്. US നാസ്ഡാക്കിൻ്റെ ടോപ്പ് 100 സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്. ഇതിൻ്റെ റിട്ടേൺ 21% ആണ്. ഈ നമ്പർ 1നും നമ്പർ 2നും ഉള്ള വ്യത്യാസം തന്നെ ഏതാണ്ട് 44% ആണ്. ഇതിന് താഴെയുള്ള ഫണ്ട്സൊക്കെ 17ഉം 14%ഉം അതിന് താഴെ കൊടുത്തിട്ടുള്ളൂ. സോ ഒരു മൂന്നാമത്തെ ഫണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് 45% കൂടുതൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഫണ്ട്. പിന്നെ നമ്മൾ 6 മന്ത്സിൻ്റെ റിട്ടേൺ എങ്ങനെയാണെന്ന് നോക്കാം. 6 മന്ത്സിൻ്റെ റിട്ടേൺസിൽ പിന്നെയും ടോപ്പ് ഫണ്ട് നിപ്പാൻ ഇന്ത്യ തൈവാൻ ഇക്വിറ്റി ഫണ്ട് തന്നെയാണ്. 6 മാസം കൊണ്ട് മാത്രം ഏതാണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിൾ ആയിട്ടുണ്ടായിരുന്നു. അതായത് 95% ആണ് കഴിഞ്ഞ 6 മാസത്തെ റിട്ടേൺ. അത് കഴിഞ്ഞിട്ടുള്ള ഫണ്ട്സ്, അതായത് ടോപ്പ് 10 ഫണ്ട്സ് എല്ലാം ഗ്ലോബൽ ഫണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഫണ്ട്സൊക്കെ മൈനിങ് ഫണ്ട്സും മെറ്റൽ ഓറിയൻറ്റഡ് ഫണ്ട്സും ആയിരുന്നു. ഇതിൻ്റെയൊക്കെ റിട്ടേൺസ് 40ഉം 45% ആയിരുന്നു. എന്നാലും ടോപ്പ് ഫണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ റിട്ടേൺസ് ഏതാണ്ട് 50% താഴെയായിരുന്നു. ഈ 6 മന്ത്സ് പീരിയഡിൽ ഇന്ത്യൻ ഫണ്ട്സ് ഫ്ലാറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ട ഗ്ലോബൽ ഫണ്ട്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഈ നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു താല്പര്യം വന്നിട്ടുണ്ടാവും. പക്ഷേ ആരൊക്കെ ഇങ്ങനത്തെ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുന്നതാണോ ഈ ഫണ്ട്? ഒന്ന് ശ്രദ്ധിക്കുക. ഗ്ലോബൽ ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം അഗ്രസീവ് റിസ്ക് പ്രൊഫൈലുള്ള ഇൻവെസ്റ്റേഴ്സ് മാത്രമേ നമ്മൾ ഇതുവരെ പേര് പറഞ്ഞ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് എത്രമാത്രം കയറുന്നുവോ അത്രമാത്രം വീഴാനുള്ള സാധ്യതയും ഉള്ള ഫണ്ട്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനപ്പുറം കാശ് ഉണ്ട്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് 30%, 40% ഇടിഞ്ഞാൽ പോലും ബാക്കിയുള്ള കാശ് കൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാലം മുഴുവനും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളവരാണ് പൊതുവെ അഗ്രസീവ് റിസ്ക് പ്രൊഫൈൽ ഇൻവെസ്റ്റർ എന്ന് പറയും. പിന്നെ ഇത് സ്റ്റേജ് അനുസരിച്ചും ഇതൊരു ഫാക്ടറാണ്. അതായത് വളരെ പ്രായം കൂടിയവർക്കും ചിലപ്പം ഈ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഇതിൻ്റെ റിസ്ക് താങ്ങാൻ കഴിയത്തില്ല. സോ ഇങ്ങനത്തെ അഗ്രസീവ് റിസ്ക് പ്രൊഫൈൽ ഉള്ളവർ മാത്രമേ നമ്മളിപ്പോൾ പേര് പറഞ്ഞ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തവർ, അതായത് ബാലൻസ്ഡ് റിസ്ക് പ്രൊഫൈൽ എന്ന് പറയും. കൺസർവേറ്റീവ് അല്ല എന്നാൽ അഗ്രസീവും അല്ല, ഒരു ബാലൻസ് റിസ്ക് പ്രൊഫൈലുള്ള ഇൻവെസ്റ്റർ ആണ് നിങ്ങളെങ്കിൽ 10 മുതൽ 15% വരെ ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനത്തെ ഗ്ലോബൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗ്ലോബൽ ഫണ്ടിൽ പകുതി ഒരു US ഫോക്കസ്ഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം US ഗ്ലോബൽ മാർക്കറ്റ് ക്യാപ്പിൻ്റെ 55% മാർക്കറ്റ് ഷെയർ ഉള്ള മാർക്കറ്റാണ്. അതായത് ഗ്ലോബലി ഉള്ള സ്റ്റോക്സിൻ്റെ ഒക്കെ മാർക്കറ്റ് ക്യാപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് $130 ട്രില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ്. ഇതിൻ്റെ 55% ഏതാണ്ട് $70 ട്രില്യൺ അടുപ്പിച്ച് US മാർക്കറ്റ് ക്യാപ്പ് മാത്രമുണ്ട്. അതുകൊണ്ട് ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ US മാറ്റി വെച്ചിട്ട് ഒരു കളിയില്ല. അങ്ങനെ ഒരു കളി കളിക്കുവാണെങ്കിൽ ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് പൂർത്തിയാവുകയില്ല. അതുകൊണ്ടാണ് ഈ US എക്സ്പോഷർ അത്യാവശ്യമാണെന്ന് പറയുന്നത്. കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് US മാർക്കറ്റ്സ് ശരിക്കും കത്തി നിൽക്കുന്നുണ്ട്. പർട്ടിക്കുലർലി അവരുടെ ടെക്നോളജി സ്റ്റോക്സ് നന്നായിട്ട് പെർഫോം ചെയ്തതുകൊണ്ട് കത്തി നിൽക്കുവാണ് ഗ്ലോബൽ ഫണ്ട്സിൽ US ഫണ്ട്സ്. ഇത് കാരണം അവരുടെ വാല്യുവേഷൻ എക്സ്പെൻസീവ് ആണ്. എന്നാൽ പോലും US ഒരു അത്യാവശ്യമായ ഘടകമാണ് ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് എന്ന് വരുമ്പോൾ. ബാക്കിയുള്ള എമൗണ്ട് എമർജിങ് മാർക്കറ്റ്സ്, അതായത് ഗ്ലോബലി ഉള്ള എമർജിങ് മാർക്കറ്റ്സ് ആയ ചൈന, ജപ്പാൻ, കൊറിയ, തായ്വാൻ, ഇങ്ങനത്തെ ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ ഒരു ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള എമൗണ്ട്. സോ ഇത് ഒരു സിംഗിൾ മാർക്കറ്റിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയെ പോലെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സാധ്യതയുള്ള ഈ ഗ്ലോബൽ മാർക്കറ്റ്സ്, അതായത് എമർജിങ് മാർക്കറ്റ്സിൽ ഒരു മിക്സ്ചറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എമർജിങ് മാർക്കറ്റ് ഫണ്ട്. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് US എക്സ്പോഷറും കിട്ടുന്നുണ്ട്, ഗ്ലോബലി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എമർജിങ് മാർക്കറ്റ്സിൻ്റെ എക്സ്പോഷറും കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റ്സ് അത്യാവശ്യം തരക്കേടില്ലാതെ പെർഫോം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഫണ്ട്സ് നന്നായിട്ട് പെർഫോം ചെയ്യാം, ഇന്ത്യയെക്കാളും ബെറ്ററായിട്ട് പെർഫോം ചെയ്യാം, ചിലപ്പോൾ ഇന്ത്യയെക്കാളും താഴോട്ടും പെർഫോം ചെയ്യാം. അതുപോലെ ഇപ്പോൾ നിൽക്കുന്ന സമയം പോലെ ഇന്ത്യൻ മാർക്കറ്റ്സ് മോശമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഈ ഫണ്ട്സ് ചിലപ്പം കത്തി നിൽക്കാം. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ ഫണ്ട്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ എപ്പോഴും ഈ ഫണ്ട്സ് പോകണമെന്നില്ല. അതുപോലെ ഈ ഫണ്ട്സിനും ഇടിവ് വരുന്ന സമയം തീർച്ചയായിട്ടും ഉണ്ടാവും. ചിലപ്പം ഇന്ത്യൻ ഫണ്ട്സിനേക്കാളും നന്നായിട്ട് ഇടിഞ്ഞ് നിൽക്കുന്ന സമയം ഉണ്ടാവും. എന്നാൽ പോലും ഇത്തരം ഒരു 10-15% എക്സ്പോഷർ ഈ ഗ്ലോബൽ ഫണ്ട്സിൽ ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ അസറ്റ് അലൊക്കേഷനെ കുറിച്ച് പറയുന്നുവോ, അസറ്റ് അലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വിറ്റി, ഡെറ്റ്, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ബാലൻസ് റിസ്ക് പ്രൊഫൈൽ അല്ലെങ്കിൽ അതിന് മുകളിൽ റിസ്ക് പ്രൊഫൈലുള്ള ഇൻവെസ്റ്റർ
ഇനിയുള്ള കാലത്ത് അസറ്റ് അലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ അസറ്റ് അലൊക്കേഷൻ പൂർത്തിയാവുന്നത് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ആവത്തുള്ളൂ. അത്രയും നിർണായക ഘടകമാകും ഒരു നല്ല പോർട്ട്ഫോളിയോയ്ക്ക് ഗ്ലോബൽ ഫണ്ട് ഇൻവെസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ നിങ്ങൾ ഗ്ലോബൽ ഫണ്ട്സിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ആർക്കാണ് ഗ്ലോബൽ ഫണ്ട്സ് എന്നുള്ള ക്ലാരിറ്റി ഞങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ എന്ന ഇൻഡിവിജ്വലിന് ശരിക്കും സൂട്ടബിൾ ആയിട്ടുള്ള ഗ്ലോബൽ ഫണ്ട്സ് ഏതൊക്കെയാണ്, ഇതിന് ഒറ്റ ആൻസർ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വീഡിയോ കൂടെ തരാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള എക്സാക്ട് ഗ്ലോബൽ ഫണ്ട്സ് ഏതൊക്കെയാണ്, ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങൾ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന കറക്റ്റായിട്ടുള്ള ഗ്ലോബൽ ഫണ്ട്സിനെ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. Mutual fund investments are subject to market risks. Read all scheme related documents carefully.